നമസ്കാരം. ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. നെതന്യാഹു ബോംബിട്ടു. ടെഹ്റാനിൽ ഇസ്രായേലിന്റെ ശക്തമായിട്ടുള്ള വ്യോമാക്രമണം. ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് നിമിഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ടെഹ്റാന്റെ ഹൃദയഭാഗത്ത് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു. ലോകം ഞെട്ടിപ്പോയ ഒരു നിമിഷം. ഇറാൻ അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ ഇറാൻ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ ശക്തമായിട്ടുള്ള വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം. ടെഹ്റാൻ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഭരണകൂട കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇസ്രായേൽ പ്രതിരോധ സേന അത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയതെന്നാണ്. യുദ്ധം അവസാനിപ്പിക്കുവാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ഫലപ്രദമായിട്ടുള്ള ചർച്ചകൾ നടന്നു വരികയാണ് എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവന നടത്തിയ നിമിഷങ്ങൾക്കകമാണ് ഇസ്രായേലിന്റെ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കം നടന്നിരിക്കുന്നത്. ടെഹ്റാനിലെ വിവിധ ഇടങ്ങളിൽ വൻ സ്ഫോടനങ്ങൾ ഉണ്ടായതായിട്ട്, നിരവധി കെട്ടിടങ്ങൾ തകർന്നതായിട്ട് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായിട്ടുള്ള ഫാർസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതേപോലെ ഒരു നിമിഷം ഫെബ്രുവരി 27, 28 ദിവസങ്ങളിൽ ഫെബ്രുവരി 28 ആരംഭിച്ച യുദ്ധം ആരംഭിക്കുന്നത് പോലും ചിലപ്പോൾ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടല്ലായിരുന്നു. പകരം ഇസ്രായേലിന്റെ തന്ത്രമായിരുന്നു. ഇസ്രായേൽ വളരെ പെട്ടെന്ന് ഫെബ്രുവരി 28 ശനിയാഴ്ച രാവിലെ ആയത്തുള്ള അലി ഖമേനി അടക്കം കൊന്നുതള്ളുന്ന തരത്തിലേക്ക് ഒരു സംവിധാനം ഉണ്ടാക്കിയെടുത്ത ഇസ്രായേലിന്റെ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലിലൂടെയാണ് ആ യുദ്ധം ആരംഭിക്കുന്നത്. ആ യുദ്ധം ആരംഭിച്ച ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചു കഴിഞ്ഞാൽ ഇറാൻ നിലംപരിശാകുമെന്നുള്ള ബോധ്യത്തോടു കൂടി ആരംഭിച്ച ആ യുദ്ധം, പക്ഷേ ഇറാന്റെ തിരിച്ചടിയിൽ ഭയന്നോടുന്ന ഇസ്രായേലിനെയും ട്രംപിനെയും US-നെയും ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. 3 ആഴ്ചയിലേക്ക് യുദ്ധം മാറുമ്പോഴും ഇപ്പോഴും അവസാനിക്കാത്ത യുദ്ധത്തിൽ തകർന്ന് തരിപ്പണമാകുന്നത് US-ഉം ഒപ്പം തന്നെ ഇസ്രായേലുമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എത്രയൊക്കെ ആക്രമണങ്ങൾ ഇവർ ഇരുവരും ചേർന്ന് ഇറാനെതിരെ നടത്തിയിട്ടും ഇറാൻ വീണ്ടും തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ ലോകത്തിന് ആശങ്ക ഉളവാക്കുന്നതുമാണ് എന്നുള്ളതാണ്. ഇവിടെ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇറാൻ അമേരിക്ക യുദ്ധം അവസാനിക്കുവാനുള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് ട്രംപ്. ആ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് നിമിഷങ്ങൾക്കകം ഇസ്രായേൽ ഇറാനിൽ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇസ്രായേലിന് താല്പര്യമില്ല യുദ്ധം അവസാനിപ്പിക്കാൻ. തലസ്ഥാനത്ത് ഒരു പാർപ്പിട സമുച്ചയം തകർന്നു വീണതിനെ തുടർന്ന് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ ഒരു കുട്ടിക്കാരുടെ തിരച്ചിൽ നടത്തുകയായിരുന്ന ഇറാനിയൻ റെഡ് ക്രസന്റ് സൊസൈറ്റി പറയുന്നത് വളരെ പെട്ടെന്നുണ്ടായ ഒരു ആക്രമണമായിരുന്നു എന്നാണ്. കാരണം ഈ സാധാരണക്കാരൊക്കെ താമസിക്കുന്ന മേഖലയിൽ ഉൾപ്പെടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ടുള്ള പ്രാഥമിക വിവരം വരുന്നത്. അത്തരത്തിലുള്ള ഒരു വ്യോമാക്രമണമാണ് പെട്ടെന്ന് ഇസ്രായേൽ നടത്തിയത് എന്നുള്ളത്. അതേസമയം വാഷിംഗ്ടണുമായിട്ട് യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ല എന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ചുകൊണ്ട് സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചർച്ചകളെക്കുറിച്ചുള്ള ട്രംപിന്റെ അവകാശവാദങ്ങൾ ഇറാൻ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. അതായത് നുണ പറയുകയാണ് ട്രംപ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഭയമാണ്, ഇറാനോട് യുദ്ധം ചെയ്യാൻ ഭയന്ന് പിന്മാറുന്ന ട്രംപിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ 5 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ എന്ന് പറയപ്പെടുന്നത് വരാനിരിക്കുന്ന പെർമനന്റ് ആയിട്ടുള്ള വെടിനിർത്തലിന്റെ മുന്നോടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒളിച്ചോടുകയാണ് അമേരിക്ക എന്നുള്ളതാണ്. ഇറാന്റെ ഊർജ്ജ വൈദ്യുതി നിലയങ്ങൾക്ക് നേരെയുള്ള സൈനിക ആക്രമണങ്ങൾ 5 ദിവസത്തേക്ക് നിർത്തിവെക്കുമെന്നാണ് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇസ്രായേലിന്റെ പുതിയ ആക്രമണം ഈ സമാധാന ശ്രമങ്ങളെ പാളിച്ചയിലാക്കുമോ എന്നുള്ള ആശങ്ക വരുന്നുണ്ട്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാനുള്ള നയതന്ത്ര നീക്കങ്ങൾക്കിടയിൽ അതിനിടയിൽ നടക്കുന്ന ഇത്തരം സൈനിക നടപടികൾ അത് സ്ഥിതിഗതികളൊക്കെ കൂടുതൽ സങ്കീർണമാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അന്താരാഷ്ട്ര സമൂഹം അതീവ ജാഗ്രതയോടെയാണ് ഈ നീക്കങ്ങളെയൊക്കെ നിരീക്ഷിക്കുന്നത് എന്നുള്ളത്. അതേസമയം ഇറാനുമായിട്ട് കരാറിലെത്താൻ ട്രംപ് താല്പര്യം അറിയിച്ചതായത് നെതന്യാഹു പറയുന്നുണ്ട്. 2 പ്രധാന നിബന്ധനകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ കരാറിലെത്താൻ തീരുമാനിച്ചത് എന്ന് തന്നെയാണ് നെതന്യാഹുവിന്റെ വാദം. അതായത് പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുവാൻ ഇറാൻ US ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുമ്പോഴാണ്, പാകിസ്ഥാനിലെ ഇസ്ലാമാബാദാണ് ചർച്ചയ്ക്ക് വേദിയാകുന്നത്, അത്തരത്തിലൊരു റിപ്പോർട്ട് വരുമ്പോഴാണ് ഇറാനിൽ വീണ്ടും വ്യോമാക്രമണം ഇസ്രായേൽ കടുപ്പിക്കുന്നതാണ്. ഇറാനുമായിട്ട് കരാറിലെത്താൻ US പ്രസിഡന്റ് താല്പര്യം അറിയിച്ചുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ വ്യക്തമാക്കുമ്പോഴും യുദ്ധം അവസാനിപ്പിക്കുവാനും ഇറാനുമായിട്ട് കരാറിലെത്തുവാനും US പ്രസിഡന്റ് താല്പര്യം അറിയിച്ചതിനെ കുറിച്ച് നെതന്യാഹു അവകാശപ്പെടുമ്പോഴും അതേ നെതന്യാഹു തന്നെയാണ് ഇറാനിൽ വ്യോമാക്രമണം നടത്തിയതെന്നാണ്. അപ്പോൾ വ്യോമാക്രമണം നടത്തുന്നതിന് തൊട്ടു മുമ്പുള്ള ട്രംപിന്റെ വാദങ്ങളെ അതേപടി പറയുകയും ഒപ്പം തന്നെ ആ വാദങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് ഇറാനിലേക്ക് ബോംബ് വർഷം നടത്തുകയും ചെയ്യുന്ന ഇസ്രായേലി നേതാവിനെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഇറാനുമായിട്ടുള്ള ഏത് കരാറും ഇസ്രായേലിന്റെ താല്പര്യം സംരക്ഷിക്കുമെന്ന് നെതന്യാഹു പറഞ്ഞു വെക്കുമ്പോഴും യുദ്ധം അവസാനിപ്പിക്കുവാൻ US നിബന്ധനകൾ തയ്യാറാക്കിയെന്ന് ഇസ്രായേൽ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുമ്പോഴും യുറേനിയം സമ്പുഷ്ടീകരണം കുറയ്ക്കുക, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി 5 വർഷത്തേക്ക് നിർത്തിവെക്കുക, ഈ പ്രധാന നിബന്ധനകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ട്രംപ്
ഇറാനുമായിട്ട് ചർച്ച നടത്താൻ പോകുന്നത് എന്നാണ് നെതന്യാഹു പറയുന്നത്. പക്ഷേ ഹോർമോസ് നിയന്ത്രണം, നഷ്ടപരിഹാരം തുടങ്ങിയവ ഉൾപ്പെടെ ഇറാന് മുന്നോട്ട് വെക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ട്. എങ്കിലും ഇറാന്റെ ഔദ്യോഗികമായിട്ടുള്ള നിലപാടുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഇറാൻ ഇതുവരെയും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുവെന്ന് അവകാശവാദം ഉന്നയിച്ചിട്ടുമില്ല, അങ്ങനെ ഒരിടത്തും വെളിപ്പെടുത്തിയിട്ടുമില്ല. എന്നാൽ ഇറാനുമായിട്ട് സുപ്രധാന വിഷയങ്ങൾ ധാരണയായി എന്നുള്ള വാദം ഇറാൻ തള്ളുകയാണ്. അതേസമയം ചർച്ചകൾ പൂർത്തിയാകും വരെ ഇറാനെതിരെ ആക്രമണം തുടരുമെന്ന് തന്നെയാണ് ഇസ്രായേൽ പറയുന്നത്. അപ്പോൾ ഇസ്രായേലിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. ഇനി എന്തൊക്കെ ചർച്ചകൾ നടന്നാലും, ഏതൊക്കെ തരത്തിലുള്ള ധാരണകൾ ഉണ്ടായാലും, ഏതൊക്കെ തരത്തിലുള്ള കരാറുകൾ ഉണ്ടായാലും ഇസ്രായേൽ എന്ന് പറയപ്പെടുന്ന രാജ്യം ഇറാനെതിരെ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കും. ഇവിടെ ടെൽ അവീവ്, ജെറൂസലേം, ആഷ്കലോൺ, വടക്കൻ ഇസ്രായേൽ എന്നിവിടങ്ങളിലേക്ക് ഇറാനും ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചു കഴിഞ്ഞു. ചിലർക്ക് പരിക്കേറ്റതായിട്ടുള്ള സൂചനകളുണ്ട്. പ്രതിരോധിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ഇസ്രായേലി സൈന്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത മിസൈലുകൾ ഇറാനിലേക്ക് വർഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ, അതായത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധമായി തീരുകയാണ്. മാത്രമല്ല, ഈ തുടക്കത്തിൽ തന്നെ ഈ യുദ്ധം ആരംഭിച്ചത് ഇസ്രായേലാണ്. ആ ഇസ്രായേൽ ഇന്ന് വീണ്ടും ഇറാനെതിരെ ആക്രമണം നടത്തുമ്പോഴും ലോക രാജ്യങ്ങൾ മുഴുവനും ഈ യുദ്ധത്തിന് എതിരാകുന്ന ഒരു കാഴ്ചയും ഒരു സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. ആ ലോക രാജ്യങ്ങളുടെ ഇത്തരത്തിലുള്ള തിരികെ പോക്കാണ് യഥാർത്ഥത്തിൽ അമേരിക്കയെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ എണ്ണ ഉൽപാദനങ്ങളിലും എണ്ണ കയറ്റുമതി ഇറക്കുമതി ചെയ്യപ്പെടുന്ന കാര്യങ്ങളിലുമൊക്കെ വലിയ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ലോകത്താകമാനം വലിയ വിലവർദ്ധനവിനും അരക്ഷിതാവസ്ഥയ്ക്കും കാരണമാകുന്നുണ്ട് എന്നുള്ളത് ലോകം മുഴുവനും മറ്റുള്ള എല്ലാ രാജ്യങ്ങളും പറയുമ്പോൾ അതിന് ഉത്തരവാദികൾ അമേരിക്കയാണ് എന്നും ട്രംപാണ് എന്നും പറഞ്ഞു വെക്കുന്ന തരത്തിലേക്ക് എത്തുന്നത് കൊണ്ടാണ് ട്രംപ് വളരെ പെട്ടെന്ന് ഈ യുദ്ധത്തിൽ നിന്ന് പിന്നാക്കം പോകുന്നു. മാത്രമല്ല, ഈ ഇറാന്റെ തിരിച്ചടികൾ എന്ന് പറയപ്പെടുന്നത് വളരെ കൃത്യമായിട്ട് ഗൾഫ് രാജ്യങ്ങൾ അടക്കമുള്ളവയിൽ പെട്ടെന്ന് നടപ്പിലാക്കും എന്നുള്ളത് കൊണ്ടും എണ്ണപ്പാടങ്ങൾ അടക്കം ചുട്ടരിക്കും എന്നുള്ളത് കൊണ്ടും വളരെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ ഇറാൻ നൽകുന്നത് കൊണ്ടും തന്നെയാണ് ഇറാനെ ഭയന്നുകൊണ്ട് അമേരിക്കയും ട്രംപും ഒക്കെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്നാക്കം പോകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് നിമിഷങ്ങൾക്കകം നെതന്യാഹു ബോംബിട്ട് നശിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് ഇറാനെ. ടെഹ്റാനിൽ ഇസ്രായേലിന്റെ ശക്തമായിട്ടുള്ള വ്യോമാക്രമണം നടക്കുമ്പോഴും ഇനി വരും ദിവസങ്ങളിൽ ഇസ്രായേലിന്റെ ടെൽ അവീവും ജെറുസലേമും ആഷ്കലോണും വടക്കൻ ഇസ്രായേലും അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ കുതിച്ചുയരുകയും അത് വെടിതുപ്പുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.